ഇതാണോ നിങ്ങളുടെ തറവാട്ട് മഹിമ? ഈശ്വര, ഇങ്ങനെ ഒരു കുടുംബത്തിൽ നിന്നാണല്ലോ ഞാൻ. അടിയൻ ഒന്നും പറയണ്ട. ഈ കൊട്ടാരത്തിൽ ഇത്തരം ഒരു കാര്യം തടാതെയാണ്. പൊറുക്കണം, എന്റെ അളിയൻ ഒരു തെറ്റ് പറ്റി. ഈ തെറ്റ് ഇനിയും പറ്റില്ല എന്ന് ആര് കണ്ടു? മാത്രമല്ല, മായയുടെ അമ്മാവൻ ഇത്തരത്തിലുള്ള ഒരാളാണെന്ന് മറ്റുള്ളവർ പറഞ്ഞാൽ ഈ കൊട്ടാരത്തിന് അതിന്റെ ചീത്തപ്പേര്. അതുകൊണ്ട് എനിക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരും. ഒന്നും വേണ്ട, അടിയങ്ങൾ തൽക്കാലം പോയിക്കോളാം. എന്നിട്ട് പടിയേറ്റിന്റെ തലേന്ന് വന്ന് മുഖം കാണിക്കാം. അത് തന്നെയാവും ഭേദം. എടോ, ബുദ്ധി വേണം, ബുദ്ധി. അളിയനാളിത്തിരി പെശകാണെന്ന് എനിക്കറിയാം. എന്നാലും താൻ എനിക്ക് ഭ്രാന്ത് പിടിപ്പിക്കരുത്. എന്റെ ഈശ്വര, എന്തൊരു നാശം പിടിച്ച നേരത്താ ഞാൻ ആ കള്ളനെ പിടിക്കാൻ പോയി. എടോ, താൻ എന്തിനാടോ ഇത്ര ധൃതി കൂട്ടിയത്? ആ പടിയേറ്റൊന്നും അങ്ങോട്ട് കഴിഞ്ഞോട്ടെ. അത് കഴിഞ്ഞാൽ ഞാനാ ഇവിടുത്തെ രാജാവ്. ഇപ്പൊ ഇരിക്കുന്ന രാജാവ് ഉണ്ടല്ലോ, വെറും അടിയാളൻ. പിന്നെ തലേ തുണി ഇടുക പോലും വേണ്ട. തനിക്ക് നേരെ നടക്കാം, വിലസാം. മായോട് യാത്ര പറയണ്ടേ? അടിയൻ പോയിട്ട് അച്ഛൻ പോയിട്ട് വരട്ടെ മോളെ. പടിയേറ്റിന് മുമ്പ് ഞങ്ങൾ ഇവിടെ എത്തിയേക്കാം. മോൾക്ക് കൂട്ടിന് ഇവരാരെങ്കിലും നിർത്തണോ? വേണ്ട. അമ്മാവനും പോവാ മോളെ. എന്ത് കണ്ടിട്ടാ അടിക്കണേ? മതമണക്കണ്ട, ഞാൻ ഇളകിയാൽ എല്ലാത്തിന്റെയും പല്ലടിച്ചു കൊഴിക്കും. അടിയോ, അടുത്ത പ്രശ്നം ഉണ്ടാക്കല്ലേ. വാ, പോവാ പോവാം. ഇത് ഒരുമാതിരി കോത്താഴത്തിലെ ഇടപാടായി പോയല്ലേ. പോട്ടെ മോളെ. ഇങ്ങനെ കിടന്നാ മതിയാ? എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. എങ്ങനെയാടാ? മായ എവിടെയാണെന്ന് പോലും അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ മായയുടെ മന്ത്രത്തിന്റെ കാര്യമല്ലേ പറഞ്ഞേ. എനിക്ക് വിശന്നിട്ട് ഇരിക്കാൻ വയ്യ. എന്തിനാ ഇരിക്കണത്? കിടന്നോളൂ. ഒരു പ്ലാവെങ്കിലും കണ്ടിരുന്നെങ്കിൽ പല ചക്കനയിലിട്ട് തിന്നായിരുന്നു. അതേ നോക്കിയേ. ചക്ക മാങ്ങൊന്നും എനിക്ക് വേണ്ട. മാങ്ങയല്ലടാ, പായ. ഞാനൊരു കാര്യം പറയട്ടെ. നീ വിചാരിക്കും പോലെ തട്ടിക്കൊണ്ടുപോക്ക് അത്ര എളുപ്പമുള്ള കാര്യമൊന്നല്ല. ആദ്യം നീ അവളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. നിന്നെ വിശ്വാസമായ ആ നിമിഷം അവള് നിന്റെ കൂടെ ഇറങ്ങി വരും. ഈ വേഷത്തിൽ പോണ്ട. ഈ കസം കൊണ്ട് എടുത്തോണ്ട് പോ. പെട്ടെന്ന് ആരെങ്കിലും കണ്ട ഇവിടുത്തെ ആളെന്ന് കരുതൂ. ശരിയാ, തമ്പ്രാക്കന്മാരുടെ നാട്ടിൽ ചെന്ന തമ്പ്രാനായി മാറണമെന്നൊരു ചൊല്ലുണ്ട്. എന്നെ കുറിച്ച് അവളോട് പറയണ്ടല്ലോ, നിനക്ക് ഓർമ്മയുണ്ടല്ലോ. ഉണ്ട് തമ്പുരാനെ. എന്നൊന്ന് പറഞ്ഞേ. ഈ മണ്ട ശിരോമണി. ഓ, അതല്ല. ഇവിടുത്തെ മണ്ട ശിരോമണികൾക്കിടയിൽ സംസ്കൃതത്തിൽ അപാര പാണ്ഡിത്യമുള്ള സംസ്കാര സമ്പന്നനും നിഷ്കളങ്കനുമാണ് ഈ തമ്പുരാൻ. ഓക്കെ ഓക്കെ എന്നാ വാ, അവളെ തറയി. ക്ഷേത്ര ദർശനത്തിന് പോവുകയാവും അല്ലേ? എന്നെ തീരെ മനസ്സിലെന്നുണ്ടാവില്ലേ? എന്താന്ന് വെച്ചാ വേഗം പറയണം. എന്താ? ഈ കൊട്ടാരത്തിലെ വലിയ മണ്ട ശിരോമണി. സംസ്കാരത്തിൽ പാര, പാണ്ഡിത്യത്തിൽ സംസ്കാര ശൂന്യൻ. എന്നെ കൊണ്ടൊന്നും പറയാൻ പറ്റൂല. നമ്മുടെ പള്ളിക്കെട്ടിനെ കുറിച്ച് ഒരു സംസാരമൊക്കെ ഉണ്ടേ. അതിനൊരു ഇൻട്രൊഡക്ഷൻ ആയിക്കോട്ടെ എന്ന് കരുതി. വായിക്കാൻ ഇഷ്ടമായോ? ഇല്ല. എന്തേ? എനിക്ക് ഇവ കുരങ്ങന്മാരെ പണ്ട് ഇഷ്ടമല്ല. കൊരങ്ങനാ? ചിലപ്പോ സ്നേഹം കൊണ്ട് വിളിച്ചായിരിക്കുള്ളൂ. ഇനി ഇതേപോലെ അവളുടെ പിന്നാലെ എങ്ങനെ നടന്ന പള്ളിക്കെട്ടല്ല, നിന്റെ പള്ളക്കിട്ട് ഞാൻ കേറ്റും. പിന്നെ നിന്നെ പള്ളിക്കാട്ടിൽ എടുക്കൂ. അവളെ എന്റെ പെണ്ണ. സ്ഥലം വിട്. ഇയാള് പോടാനേ. എന്താ? ഇനി അങ്ങോട്ട് പോണ്ട. നമ്മുടെ മുറിയിൽ വേറെ ആൾക്കാരെത്തി. അയ്യോ, അപ്പൊ നമ്മളിനി എവിടെ താമസിക്കും? നമുക്ക് ആ വശത്തേക്ക് പോവാം. മായ അവിടെയാ. ഇതേതായി കണ്ണട? ഇവിടെ കിടന്ന് കിട്ടിയതാ. കളയടാതൊക്കെ. ഇതൊക്കെ എന്തിനാ വെച്ചോണ്ട് കിടക്കുന്നത്? വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യടാ. എവിടെ എവിടെ? ആരോ വരുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ ഇവിടെയെങ്കിലും ആരെയും കാണാനില്ലല്ലോ. ഇവിടെ വെച്ച് അവൻ എന്റെ കഴുത്തിന് പിടിച്ച് കളിയത്. ആരാ അവൻ? ഞാൻ ആദ്യം കാണുക. എന്നാലും ഇത്രയും ധിക്കാരം ബാലിനോട് കാണിക്കാൻ മാത്രം ആരാ ഇവിടെ? ആളൊരു സ്ത്രീയുടെ എണ്ണച്ചാച്ചിത്രല്ലേ? സ്ത്രീയോ? അങ്ങനെ പറയരുത്. തിരുമനസിന്റെ നേർ പെങ്ങളാ അത്. ആരും ആയിക്കോട്ടെ, അവരുടെ ഒരു ഛായ ഉണ്ട് ആ ദുഷ്ടന്. ഇനി അവരുടെ മകനോ മറ്റോ അതാകാൻ തരവില്ല. അതാവില്ല. ആ